ഇന്ന് ഞങ്ങൾക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. ഏതാ കൊഴിയാള പൊടിയാണേ. കൊഴിയാള മീനിൻ്റെ പൊടി മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ വൃത്തിയാക്കി കറി വയ്ക്കുകയാണ്. ഞാൻ ഈ മീൻ കൈകൊണ്ട് തന്നെയാണ്, നമ്മൾ നെത്തോലി മീനൊക്കെ നുള്ളിയെടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നെത്തോലി മീൻ നുള്ളിയെടുക്കുന്നത് പോലെ തന്നെ കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ നുള്ളി ഇടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതാ പിന്നെ ഇതിൻ്റെ തൊലിയും ഞാൻ ഉരിച്ചെടുക്കാറുണ്ട്. ഞാൻ തൊലി എടുത്ത് കളഞ്ഞിട്ടാണ് ഈ മീൻ കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം നുള്ളി ഉരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ മൈദപ്പൊടി വിതറി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഉലുമ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഞാൻ മൈദപ്പൊടി വിതറി കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് ഉരച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉളുമ്പ് മണം ഒട്ടും കാണില്ലേ. 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുത്താൽ മതി. അതിൻ്റെ ഉലുമ്പ് മണം എല്ലാം പോയി കിട്ടുവേ. ഇപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടിനായിട്ട് ഞാൻ സാധാരണ എല്ലാം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ അരയ്ക്കുന്ന രീതി. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനതിലേക്ക് പച്ചമുളകും മുരിങ്ങയ്ക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ മുളകില്ലേ, നമ്മുടെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സാമ്പാർ മുളക്, അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാനത് മീൻകറി വെച്ചിട്ടുള്ളത്.